ഇതിപ്പോ അങ്ങനെ പറയേണ്ട കാര്യം ഇപ്പൊ ഞാനും ഇയൊക്കെ തമ്മിൽ എന്തിനാണ് അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാവരും കൂടി ഇത് രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്തത്. ഇപ്പൊ നമ്മളിലൊരു വിഷയമായി. ഇപ്പൊ ഇത് പരീക്ഷ പറഞ്ഞാൽ എനിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നമ്മളവിടെ ചെല്ലുന്ന ഓരോ വർത്താനം പറയുമ്പോഴും നമുക്കും പ്രയാസമുണ്ട്. പക്ഷേ നമ്മളിത് പെട്ട് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ BTR നിലമൊന്ന് രേഖപ്പെടുത്തിയതുകൊണ്ടാണ് നമുക്ക് വിറ്റ് പോകാത്തത്. അപ്പൊ ഇനി വേറൊരാൾ മേടിച്ചാലും അയാളുടെ അവസ്ഥ അതായതുകൊണ്ടാണ് ഇത് അന്വേഷിച്ചിട്ട് ആരും അതുമ്മ തൂങ്ങാൻ വരാത്തത്. ഇതിപ്പോ ഈ നടപടിയാണെങ്കിലേ നമ്മൾ വാങ്ങിയിട്ടേക്കണ പ്ലോട്ട് ഒരു 30 സെന്റോളം വരുമല്ല. 30 സെന്റ് ആകാൻ ഒരു ചില്ലറ വ്യത്യാസമുള്ളൂ. അതൊരു 3 പ്ലോട്ടായിട്ട് തിരിച്ചിട്ട് ഒരു 10 സെന്റായിട്ട് മുറിച്ച് വിറ്റാല് നമ്മൾക്ക് നമ്മുടെ പൈസയും കിട്ടും, വാങ്ങണവൻ അത് ഉപയോഗിക്കാനും പറ്റും. എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ 10 സെന്റ് വാങ്ങണവന് അത് നികത്തിയിട്ട് വീട് വെക്കാനുള്ള ഒരു നിയമം ഇപ്പൊ പാസ്സായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു. അപ്പൊ അത് അങ്ങനെ വാങ്ങിയാൽ ഇത്രയും ബൾക്ക് പൈസയും വേണ്ട, സാധാരണ ഒരാൾക്ക് വാങ്ങാനുള്ള എമൗണ്ട് വല്ലേ വരുള്ളൂ. അതേ വരുള്ളൂ. അല്ല അപ്പൊ അങ്ങനെ ആകുമ്പോ നമുക്ക് ഈ വീട് വെക്കാനുള്ള അനുമതി നമുക്ക് ശരിയാക്കി കൊടുക്കാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾക്ക് ശരിയാക്കി കൊടുക്കേണ്ടവരേക്കാ നമ്മളുടെ പേരിൽ കിട്ടൂല. നമുക്ക് നിലവിൽ വീടുണ്ടല്ലോ. ആ ജില്ലയിൽ വീടും സ്ഥലവും ഇല്ലാത്തവർക്കാണ് ഈ ഒരു നിയമത്തിൽ കിട്ടണത്. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് മാറിയിട്ട് വേറൊരു വീട് വെക്കാൻ നടക്കണവന് ഇത് വാങ്ങിയാൽ അത് നടപടിയാവും. നമുക്ക് നമ്മുടെ പൈസയും കിട്ടും, വലിയ എമൗണ്ടും പറയണ്ട. അല്ല ഞാൻ ആലോചിക്കണത്, അങ്ങനെ ഇത് എടുത്താൽ നിങ്ങൾക്ക് ഇത് ശരിയായി കിട്ടും എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും സമ്മതിക്കുമോ? അതൊക്കെ ശരിയാക്കി കൊടുക്കണ എഞ്ചിനീയർമാരുണ്ടെന്ന്. അതിന്റെ ആ പേപ്പറും ശരിയാക്കി വീടും പ്ലാനും ലോണും ഒക്കെ ശരിയാക്കി കൊടുക്കുന്ന ആളുകളുണ്ട്. നമ്മൾ അവരെ ഏൽപ്പിച്ച് അത് വിറ്റ് പോയിക്കോളും. ഇനിയിപ്പോ നമ്മുടെ രണ്ടുപേരുടെയും കാര്യം നടന്നില്ലല്ലോ, അവൻ വീട് തിരിച്ചെടുക്കാൻ നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ 10 പൈസ ലാഭമില്ലെങ്കിലും വേണ്ടില്ല, അത് അങ്ങോട്ട് മേത്തുനിന്ന് അങ്ങോട്ട് പോട്ടെ. എന്നാ ഈ ചെങ്ങായിക്ക് ആ വീട് തിരിച്ചെടുക്കാലോ. എനിക്ക് ആ ഒരു ബേജാറ് ശരിക്കും ഇവന്റെ കാര്യം നോക്കുമ്പോ ഇവൻ ഇന്നോ നാളെ ഒന്നും ഈ സ്ഥലം തിരിച്ചു. ഇപ്പൊ കുടിയും മുറിയേക്കണ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മളോടോട്ട് പറയാനും പറ്റണില്ല. വല്ലാത്ത അവസ്ഥ, വല്ലാത്ത വാസുട്ടിയാണല്ലോ. എത്ര ഹലോ, ആ എന്ത് പറ്റി? പടച്ചറബ്, എന്തിനാണ് ഇപ്പൊ അതിന്റെ മോള് കൊത്തിപ്പിടി? പറയ്. അതെ. ഓ അത് ശരി. എന്തേല് ഞാൻ ഇപ്പൊ ഇവിടെ ഞാൻ ജോസുട്ടിന്റെ അടുത്താണ് ഇരിക്കണത്. ഞാൻ അപ്പൊ എന്റെ കാര്യമൊക്കെ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളിവിടെ. അങ്ങനെ പറഞ്ഞു അല്ലേ? അത് വിഷമിക്കണ്ട. ഒരു കാര്യം ചെയ്യ്, ആശുപത്രിയിലല്ലേ അവിടെ ഞാൻ വീട്ടിൽ പോകണോ? ഞാൻ ജോസഫിനായിട്ട് പോയിട്ട് ഞാൻ അങ്ങോട്ട് വരാം. അത് സമാധാനിക്ക് ഇപ്പോൾ വരാം, പേടിക്കണ്ട, അടങ്ങാറുണ്ടാ. ശരി. അതോരെ പണ്ടി മരത്തിന്റെ മുകളിൽ വീണ് ഏട്ടങ്ങറുകളായി ഈ ചെങ്ങായികളൊക്കെ ഉണ്ടാക്കി കൂട്ടുന്ന ആലോചിക്കണം. ഇപ്പൊ 10 പൈസ ഇല്ല, ആശുപത്രിയിൽ നിൽക്കുകയാണ്. എന്താ എക്സ്റേ സ്കാനിങ് എന്തൊക്കെ പണ്ടാറും പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ നയാ പൈസ. ആശുപത്രിയിലാണ്. ഒരു കാര്യം ചെയ്ത് വണ്ടി എടുത്തേ, വണ്ടിയൊക്കെ ഒന്ന് പോവാ. പെട്രോൾ അടിച്ചോലെ ഇവനോടൊക്കെ കൂട്ടുകൂടണമെങ്കിൽ നടക്ക്. റസിയാനോടെ ഒരു കാര്യം എന്ത് പറയാനാന്ന് നോക്ക്. ഒരു കഷ്ടാലം വന്ന് കേറണം. മുരിങ്ങ ഇങ്ങോട്ട് വന്നല്ലോ, മൂപ്പര് അങ്ങോട്ട് പോയതല്ലേ. ഇക്കങ്ങൾ അറിഞ്ഞില്ലേ? ഒക്കെ അറിഞ്ഞ്. ഒരു കാര്യം ചെയ്യ്, കുറച്ച് കാര്യം എടുത്തേ. കായോടുന്നാണ് ആസുട്ടി ആശുപത്രിയിൽ നിന്ന് വിളിച്ചേക്കാണ്. 10ന്റെ കായ് അവന്റെ കയ്യിലില്ല. എന്താ സ്കാനിങ്, എന്താ എക്സ്റേ എന്തൊക്കെ വേണമെന്ന് പറയുന്നത്. ഒരു 5000 റുപ്യ. 5000? നിങ്ങൾ ഇങ്ങോട്ട് വാ. അല്ല എന്താ ഇപ്പൊ വലിയ ഉണ്ടായത്? എന്റെ ഏട്ടാ, ഞാൻ ഇവിടെ കറിക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അന്നേരത്തെ അങ്ങേർക്ക് പരിപ്പ് മുരിങ്ങയിലയും കൂടി കഴിക്കണമെന്ന്. എന്നിട്ട് ആ പാവത്തിന് പിടിച്ച് മുരിങ്ങയുടെ മോളിൽ കയറ്റി. എന്നിട്ട് എന്താ താഴെ കിടന്നു. ഇയാൾ എന്തൊരു ആശാരിയാണ്, മുരിങ്ങത്തടിക്ക് ബലൂല്ലെന്നൊക്കെ അറിഞ്ഞൂടെ? എന്നോടാണോ പറയുന്നേ? പോയി ഏട്ടനോട് ചോദിക്ക്, നിങ്ങളുടെ അല്ലേ കൂട്ടുകാരൻ. അത് കൊള്ളാം.